പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ കൂട്ടുകാരൻ്റെ ഗിരീഷ് അവൻ പറഞ്ഞു പനനങ്ക് കൊണ്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാമെന്ന്. അത് ഇറച്ചി കൂട്ടാനൊക്കെ വയ്ക്കുന്ന പോലെ വയ്ക്കാൻ പറ്റുന്നു, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി ഇത് വല്ലവരും വെച്ചിട്ടുണ്ടോയെന്ന്. നമ്മൾ യൂട്യൂബൊക്കെ തപ്പി നോക്കി, യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോ ഇല്ല. പനനങ്ക് കൊണ്ട് പായസം, പനനങ്ക് കൊണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനമില്ല, പനനങ്ക് കൊണ്ട് റോസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും ഇതൊക്കെ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ സാധാരണ ഇറച്ചി കൂട്ടാൻ വയ്ക്കുന്ന പോലെ ഇങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കപ്പോൾ പനനങ്ക് വാങ്ങിക്കാൻ പോവാം. നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ പനനങ്ക്. അപ്പോൾ അത് ഈ ടൈപ്പ് ഇത്തിരി അതാണ് വാങ്ങിക്കുന്നത് നമ്മൾ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടാനേ കൈമ കൊള്ളൂല്ലേ. ഞാനിതേ എനിക്കിത് വെട്ടണമെന്നുണ്ട്, പക്ഷേ പ്രാക്ടീസിൽ ഇങ്ങനെ കൈമേ വെട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, സാഹസത്തിന് മുതിരുന്നില്ല. ഒരു ചെറിയൊരു വെള്ളം അത്രയ്ക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു മൂപ്പുള്ള ടൈപ്പാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കാം ഇതിന് നമുക്ക് കേട്ടോ. തൊലി കളയിൽ സാധാരണ പോലെ നമുക്ക് അറിയാലോ, ഇതേ ഇങ്ങനെ കളഞ്ഞിട്ട് കഴുകണത് കണ്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇത് കളഞ്ഞിട്ട് കഴുകുക. ഇതാണെങ്കിൽ അത്രയ്ക്ക് മൂത്താവാൻ പാടില്ല. വെള്ളം വറ്റിയിട്ട് കണ്ടില്ലേ ഒന്ന് ഞങ്ങണം നന്നായിട്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. എന്നാൽ വല്ലാണ്ട് ചള്ളാവാനും പാടില്ല കേട്ടോ. അങ്ങനത്തെ സാധനമാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്, തിരഞ്ഞ് വാങ്ങിക്കണം. അപ്പോൾ 10 പനനങ്ക് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ 10 ഒരുത്തൻ ഇത്തിരി ചള്ള, അപ്പോൾ അവനെ ഈ കൂട്ടത്തിൽ പെടുത്തുന്ന ശരിയില്ല. അപ്പോൾ അതിന് ഞാൻ തിന്നാം, അവനെന്ത് വേണ്ട. നമുക്കിതിൻ്റെ ശരിക്ക് ഇതേ നടു പൊളിച്ചിട്ട് 4 ആക്കാം. ഇതേ ഇങ്ങനത്തെ കഷ്ണങ്ങളാണ് വേണ്ടത് കേട്ടോ. അതായത് ഒരെണ്ണത്തിന് 8 കഷ്ണങ്ങൾ. നമ്മൾ പനനങ്ക് എല്ലാം കഷ്ണങ്ങളാക്കിയിട്ടാണ്. ഇത് ഒന്നുകൂടി ഇന്ന് കഴുകുന്നുണ്ട്. എന്താ ഭംഗിയില്ലേ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുന്നു. ഇതിൽ നമ്മൾ പനനങ്കിനെ ഫ്രൈ ചെയ്യാൻ പോകണം. പാത്രം ചൂടാക്കിയ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ച പനനങ്കില്ലേ അതിരിക്കേണ്ടത്. തീ വല്ലാണ്ട് തീ വേണ്ട കേട്ടോ, ഒരു മീഡിയം ലെവലിലുള്ള തീ. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇതാ, പിന്നെ കുറച്ച് ഉപ്പ്. ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും തുടർച്ചയായിട്ടാണ് ഇളക്കണ്ട, അടിയിൽ പിടിക്കുന്നില്ല. നമ്മളെ വല്ലാണ്ടേ ചള്ള് പനനങ്കില്ലേ, അതായത് മൂക്കാത്ത പനനങ്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ വയ്ക്കാനായിട്ട്, അത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. നമ്മളിത് ഓരോന്ന് പൊളിക്കും തോറും നമ്മുടെ വായിലേക്ക് പോകും കേട്ടാ. ഇതിന് അങ്ങനത്തെ ഒരു ആകർഷണമുണ്ട്. കാരണം ഇത് പച്ചവടം തിന്നാൻ പറ്റില്ല, അതിന് കുഴപ്പം. നമ്മൾ വേറെ വല്ല സാധനങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അത് കൂട്ടാൻ വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടാണ്, 10-12 മിനിറ്റ് നേരം ഇതിലിട്ട് ഇളക്കണം. ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടാണ്, വല്ലാണ്ട് കളറ് മാറ്റരുത്. 10-12 മിനിറ്റ് ആയിട്ടാണ് നമുക്കിത് എടുക്കാം. തീ കുറച്ചിട്ട് എടുക്കാം. നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടാ. ശരിക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനം വരുന്നത്, 2 സബോള അരിഞ്ഞത്. നിങ്ങൾ ഇത് വയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയ്ക്ക് വില കുറഞ്ഞിട്ട് വാങ്ങിച്ച് ചെയ്താൽ മതിയിട്ടാ. ഇത് മുന്നേ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സബോളയാണ്. ഇപ്പം 160 170 ഇരിക്കുന്ന വില.
അപ്പോൾ 2 സാധാരണ സവോള അരിഞ്ഞത്. സവോള വാടാനായിട്ട് ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്. ഇത് വെളുത്ത ചൂനിയമുളകാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കാരണമാണ് അതെടുത്ത് വന്നത്. സാധാരണ പച്ചമുളക് ഇട്ടാൽ മതി. പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 കതിര് വേപ്പില, കറിവേപ്പില കേട്ടോ. സവോള ഒരുവിധം വാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കേട്ടോ. ഇത് 2 ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലധികം മസാലപ്പൊടി, നമ്മൾ സാധാരണ ഇറച്ചിയുടെ മസാലപ്പൊടി ഇട്ടാ. ഈ മുളകൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സാധാരണ ചെറിയ തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ, അതിരിക്കില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാളികേരത്തിൻ്റെ പാല്, അത് എല്ലാം കൂടിയിട്ട് ഒറ്റ പാലാക്കാം കേട്ടോ, അല്ലാണ്ട് 1-ാം പാല് 2-ാം പാലൊന്നുമില്ല. അതൊഴിച്ച് ഇതിൽ നമ്മളെ ഉപ്പൊന്ന് നോക്കിയല്ലോ കേട്ടോ, ഉപ്പ് കറക്റ്റാണോ നോക്കണം. ഉപ്പ് പോരായാണ്, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പിടണം കേട്ടോ. നമ്മളിനി ഇത് കുറച്ച് നേരം മൂടി വയ്ക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കണം കേട്ടോ. ഈ ചാറിനൊക്കെ ഒരു കട്ടിയായി കണ്ട. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെയായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ പനനങ്ക് വറുത്തതില്ലേ, ഫ്രൈ ചെയ്തത്, അതിരിക്കുന്നു. ഇനി മൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഈ നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണ അങ്ങോട്ട് തെളിയും, കുറച്ച് സമയം പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. വെളിച്ചെണ്ണ തെളിയുന്നുണ്ടാ ഇതുമേ. ഞാൻ ആ പനനങ്ക് തന്ന ആളോട് ഞാൻ ചോദിച്ചു ഇത് കൂട്ടാൻ വയ്ക്കുമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു കൂട്ടാൻ വയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കത് വെക്കേണ്ട വിധം അറിയില്ല. എങ്ങനെയാണെങ്കിൽ ആൾ നമ്മുടെ കൊഴിഞ്ഞാമ്പാറയില്ലേ പാലക്കാട് അവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി കൂടി നമുക്ക് കിട്ടിയേനെ. അല്ല ഒരു പുതിയൊരിത് അവിടെയുള്ളൊരു വയ്ക്കുമെന്ന് നമുക്കറിയില്ല കേട്ടോ. പാലക്കാട് വയസ്സുള്ളവർ വയ്ക്കുമെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ വയ്ക്കുന്നുണ്ടാവും. ഈ തെളിയണതില്ലേ, ഇത് നാളികേരപ്പാലിലത്തെ വെളിച്ചെണ്ണ കേട്ടാ. നമ്മുടെ ശരീരത്തിന് ഗുണ സാധനം, ശ്രദ്ധിച്ചറിയാം കേട്ടാ. ഇത് പണ്ടേ പനനങ്കൊക്കെ വാങ്ങിക്കും. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചള്ളൊക്കെ വാങ്ങിക്കില്ല. ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചള്ള് ഒരെണ്ണം മൂത്തത് വാങ്ങിക്കും നല്ലത്. ചള്ള് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനെ തിന്നറിയും. മൂത്തതാകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ അങ്ങനെ തിന്ന് ചവച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചള്ളൊന്നും വേണ്ട, അല്ല മൂത്തതാർക്കും വേണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതാ, എന്നിട്ട് ഇളക്കാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗടികൾ തട്ടുകടനരങ്ങിലും വന്നിട്ട് കേട്ടാ. ഇവരെ പേരിനെ മാറി ഫേമസായി. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യണേ. ഇവരാകുമ്പോൾ കൂടുതൽ അഭിപ്രായം പറയും. സരിത എടുക്ക്. ഇതേ 1 ടീസ്പൂണ് സരിത കഴിക്കും, അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും.
എന്നിട്ട് പോലെ തോന്നണമെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെയുണ്ട് സാധനം പനനങ്കിൻ്റെ ഇത്. ഇതാരും പറഞ്ഞില്ല. ഞാനേ എടുത്ത് കഴിക്കും. അല്ല ഇതാ ആദ്യത്തെ കഴിക്കുന്നതേ. ആ അതല്ലേ ഞാൻ പനനങ്ക് വിൽക്കുന്ന ആളോട് ചോദിച്ചു, പനനങ്ക് കൂട്ടാൻ വയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കൂട്ടാൻ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളോട് ചോദിച്ചു അതിൻ്റെ വല്ലത് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആള് കൊഴിഞ്ഞാൻ പറയല്ലതാ. അപ്പോൾ സരിത എന്തിട്ട് പറഞ്ഞതിന് നല്ല ടേസ്റ്റ്, ഒരു മധുരം ഉണ്ടല്ലേ, ചെറിയൊരു മധുരം ഭയങ്കര ഇഷ്ടമായി. മധുരം ഉണ്ട്. അത് ചേട്ടൻ സബോള കൂടുതൽ ഇട്ടോ. 2 സബോള ഇട്ടു. 1 സബോള ഇടാൻ പാടില്ല, തീ പിടിച്ച വിലയുള്ളപ്പോ പറയുന്നുണ്ട് ഞാനില്ല. അപ്പൊ നിങ്ങള് 1 സബോള മാത്രം ഉപയോഗിക്കുക കേട്ടാ. പിന്നെ നാളെ പാലൊക്കെ ഉണ്ടെന്നോണ്ടല്ലേ? ആ നാളെ പാലുണ്ട്. ഇതിന് പാറ്റേൺ എടുക്കേണ്ടി വരും. തക്കാളിന്റെ ഇതിനെന്താ പേരിട്ടേ? ഇതിന് പനനങ്ക് റോസ്റ്റ് ഇടാ. ഇതിന്റെ കോപ്പിറൈറ്റ് ഞാൻ എടുക്കണോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ആരും കാണാനില്ല. അപ്പൊ നിങ്ങള് കലക്കേണ്ടി ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അപ്പൊ ഇത് ചെലവ് കൂടിയ ഡിഷിന് കേട്ടാ. പനനങ്കിന് 100 രൂപ. 100 രൂപ. പിന്നെ സബോളയ്ക്ക് ഉണ്ടല്ലോ, 2 സബോളയ്ക്ക് കാശ് എത്രയായി അതാലോചിക്കണം. അപ്പൊ ചെലവ് കൂടിയതാണ്. നിങ്ങൾ സബോളയ്ക്ക് വില കുറയുമ്പോൾ അതന്നെ വില കുറയുമ്പോ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ പനനങ്ക് കിട്ടില്ല. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇവര് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇനി പോണ തട്ടുകടകളിൽ പറയണം പനനങ്ക് കൊണ്ട് ഇങ്ങനെ ഒരു വിഭവം ഉണ്ട്, അത് ഉണ്ടാക്കാൻ പറയാം. ഹോട്ടലുകാരോടാ വലിയ ഇതിലൊക്കെ പറഞ്ഞാൽ മതിട്ടാണ്. അപ്പൊ ഈ പനനങ്ക് റോസ്റ്റ് കണ്ടില്ലേ, പനനങ്ക് കൊണ്ട് പല പല സാധനങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, അതായത് ഇത് വെച്ച് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ഇടാം. നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ റെസിപ്പിയിലായിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.